എനിക്കറിയാം ഈ വീഡിയോ ലെങ്തുള്ള വീഡിയോ ആണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ തിരിച്ചറിവ്, വളരെ ബിഗ് ആയിട്ടൊരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിൻ്റെ കാര്യത്തിൽ എനിക്ക് 1000% കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, ഇവിടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യം വെച്ചാലും ഈ വീഡിയോ എന്തോ നീക്കുക സ്കിപ്പ് ചെയ്ത് പോവുകയൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഇഷ്ടമാണല്ലോ, എങ്കിലും ഞാൻ പറയുകയാണ്, ഇത് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ നോളജാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതൊരു തിയറിയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഡീപ്പായി നിങ്ങൾ ഈ വീഡിയോ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അത്രത്തോളം ക്ലിയറായി പറയുന്നുണ്ട്. ഇതിപ്പോൾ അനലൈസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഏത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിയാലും കാണത്തില്ല. ഇത് ഈ വീഡിയോയിൽ നിന്ന് മാത്രം കിട്ടുന്ന കാര്യമാണ്. മനസ്സിലായേ? ഇതാണ് ഞാൻ പറയുന്നത്. ഇത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 വലുതായിട്ടുള്ളൊരു നോളജ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തോന്ന് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ആ നോളജ് വേണ്ടെന്ന് വെച്ച് പോകുന്നതിന് തുല്യമാകണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതൊരു തിയറിയാണ്, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ തിയറിയാണ്. ഇത് നിങ്ങൾ എന്തോന്ന് ചെയ്യുക, മനസ്സിലാക്കി വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഉത്ഭവ മനസ്സിലുള്ള എല്ലാ നെറുകേടുകളെ, നിങ്ങളുടെ ഉള്ളിലുള്ള പല നെറുകേടുകളെയും എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ വീഡിയോ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് കടൽ പോലെയുണ്ട്. ഇനി പാട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, ഒരു സംഭവമല്ല. എങ്കിൽ പോലും ചെറിയ പാട്ടാണ്, ബേസിക് കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇഷ്ടം പോലെ വരാൻ കിടപ്പുണ്ട് വീഡിയോസ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഇപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലോകത്ത് ഒരിടത്തും കിട്ടത്തില്ല. അത് ഞാൻ ഗ്യാരൻറ്റി പറയുകയാണ്. ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. ഓക്കെ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഹലോ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇറ്റ്സ് മീ ക്രിസ് സാർ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിയാണ്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് വളരെ പ്രിഷ്യസ് ആയിട്ടുള്ള വീഡിയോ ആണ്. വേറെ ആരും പറഞ്ഞു തരാത്ത വീഡിയോ ആണ്. ഞാൻ അങ്ങനത്തെ ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ യൂണീക്ക് കണ്ടൻറ്റാണ്. ഞാൻ തന്നെ എൻ്റെ ഐഡിയോളജി ഞാൻ പറയുന്ന കണ്ടൻറ്റാണ്. വേറെ ആരും ചെയ്യാത്തൊരു കണ്ടൻറ്റാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ചലഞ്ച് ഞാൻ പറയാം. ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കണ്ടൻറ്റ് ഇതേ ടോപ്പിക്കിലായിട്ട് ഏതെങ്കിലും ശാസ്ത്രപരമായി പഠിപ്പിക്കുന്ന ഒരു സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേമസ് ആയ മനോവിദഗ്ധനോ ആരും ആയിക്കോട്ടെ, ആരെങ്കിലും ഞാൻ ഈ പറയുന്ന കണ്ടൻറ്റ് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രൂഫ് കാണിക്കുക. കാരണം റെയറാണ്, ആദ്യം ചെയ്യാത്തൊരു വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കണ്ടു നോക്കുക. ഓക്കെ, റിയൽ ഫാക്ട്സ് ആണ്. അപ്പോൾ ഈ പല കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എതിർപ്പ് തോന്നിയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സ്വാഭാവികം, അത്രയുള്ളൂ. എന്തായി പറയുന്നത് എന്നൊക്കെ തോന്നാം. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഞാനീ പറയുന്നത് ഈ സമൂഹത്തിൻ്റെ ചുറ്റുപാടും സമൂഹത്തിൻ്റെ ചിന്താഗതി അനുസരിച്ചല്ല. ഞാനെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ പറ്റിയാണ്. നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ്. ആ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലെ തലച്ചോറിനെ പറ്റിയാണ്. ആ തലച്ചോറ് പ്രവർത്തിക്കുന്ന രീതിയെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അല്ലാതെ സാമൂഹികപരമായ ലംഘനത്തിലോ അല്ലെങ്കിൽ സാമൂഹികമായ ജനങ്ങളുടെ കാഴ്ചപ്പാടിനനുസരിച്ചല്ല ഞാൻ എൻ്റെ വീഡിയോ കൊണ്ടുപോകുന്നത് ഇപ്പോൾ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം. അപ്പോൾ എനിക്ക് ഒന്നാമതായി പറയാൻ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിയാണ്. എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോധ മനസ്സിനെ നമ്മൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. ഉത്ബോധ മനസ്സിനെ നമ്മൾ എന്ത് പറയും? സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. എന്താണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ്? ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്നൊന്നും അറിയത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ദുരൂഹതമായ സംഭവമാണ്. മനസ്സിലായില്ല? എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രൂരതകൾ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക സംഭവമാണ്. അതേപോലെ നന്മകൾ അടങ്ങിയിരിപ്പുണ്ട്, ക്രൂരതകൾ അടങ്ങിയിരിപ്പുണ്ട്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന സംഭവം ലോകത്തുള്ള എല്ലാ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. ഫ്രണ്ട്ഷിപ്പ്, പ്രേമം, അതേപോലെ മാതൃത്വം, പിതൃത്വം, എന്ത് സംഭവം ആയിക്കോട്ടെ, ലോകത്തുള്ള സ്നേഹം എന്ന് പറയുന്ന ഇമോഷൻ, ലോകത്ത് നമുക്ക് എന്ത് ഇമോഷൻ ഉണ്ടാകുന്നുണ്ടോ ആ ഇമോഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആ ഇമോഷനിലെ പിറകിലുള്ള ഒരു ഫാക്റ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരു യാഥാർത്ഥ്യത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ലേ എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ് എനിക്ക് ഡെഫിനിഷൻ ആയിട്ട് പറയാനുള്ളത്. ദിസ് ഈസ് ജസ്റ്റ് ഫോർ ഡെഫിനിഷൻ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടൻറ്റിലോട്ട് പോവാം.
ഈ സബ് കോൺഷ്യസ് മൈൻഡ് നേറുമില്ല നിറയില്ല, മനസ്സിലായ? ഒരു സഹാനുഭൂതിയില്ല, ഒന്നുമില്ല, ഒരു കമ്മിറ്റ്മെൻ്റ്, ഒരു സംഭവമില്ല, ഒരു തേങ്ങയില്ല. സബ് കോൺഷ്യസ് മൈൻഡ് നല്ലതില്ല ചീത്തതില്ല, ഒന്നുമില്ല. നല്ലതേത് ചീത്തതൊന്നും അറിയുള്ള ഇതില്ല. സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് നമ്മുടെ മനസ്സിൽ പ്രോഗ്രാം, നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ മനസ്സിൽ ഉത്ഭുത മനസ്സിൽ എന്താണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൺലി ഫോർ സർവൈവൽ. നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമൂഹിക ജീവിയാണ്, അറിയില്ല, നമ്മൾ സാമൂഹിക ജീവികളാണ്. അപ്പോൾ നമ്മൾ എന്താണ് അറിയാനുള്ളത്, നമ്മൾ സമൂഹമായി എന്തോ ചെയ്യുക, കൂടെ ചേരുക. സമൂഹത്തിൻ്റെ ചിന്താഗതിയും കാഴ്ചപ്പാടും എല്ലാത്തിലും നമ്മൾ എന്തോ ചെയ്യുക, ഒത്തുചേരുക, അവരുടെ ഒപ്പം സഞ്ചരിക്കുക. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ബേസിക് സംഭവം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു കാര്യമാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഞാൻ കുറച്ച് തിയറികൾ പറയാം. ഈ തിയറികളാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നടക്കുന്ന തിയറികൾ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ചിന്തകളും നിങ്ങളുടെ മനസ്സിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ തിയറി വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഡാർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കാര്യം മാത്രമാണ് ഞാൻ ഇതിലോട്ട് പറയുന്നത്. മനസ്സിലായില്ലേ? പോസിറ്റീവായിട്ട് കുറേ കൂടെ പറയണം, പക്ഷേ നെഗറ്റീവ് ഷെയ്ഡുള്ള കാര്യം ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ്? സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി ഇപ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് താഴെയുള്ള കുറച്ച് തിയറിയിൽ ഒന്നാമതായി ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിലോട്ടാണ്. ഓക്കെ, ഈ ഒരു പ്ലാനിങ്ങിലൂടെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ഉത്ബോധ മനസ്സ്, നമ്മുടെ എല്ലാ ചിന്തയും കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്തോന്നാണ്, നീ എന്ന് പറയുന്ന വ്യക്തി നിൻ്റെ സർവൈവലിന് വേണ്ടി എന്ത് പണിയും കാണിക്കുക, എന്ത് നെറികെട്ട പണിയും കാണിക്കുക. മനസ്സിലായി? എന്ത് നെറികെട്ട പണി കാണിച്ചിട്ടായാലും ശരി, എന്ത് ചെയ്തിട്ടായാലും ശരി, നിൻ്റെ റിസോഴ്സസിന് വേണ്ടി, നിൻ്റെ സർവൈവലിന് വേണ്ടി നീ എന്ത് പണിയോ കാണിച്ചോ. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. എന്ത് നെറികെട്ട പണിയോ നിനക്ക് കാണിക്കാം. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഒന്നാമതായി നിങ്ങളുടെ ഈ ലോകത്തുള്ള എല്ലാവരുടെയും മനസ്സിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്തോന്നാണ്, നമ്മുടെ നിലനിൽപ്പിനും നമ്മുടെ സർവൈവലിനും നമ്മുടെ അതിജീവനത്തിനും എതിരെ നിൽക്കുന്ന, നമ്മുടെ എൻജോയ്മെൻറ്റിന് എതിരെ നിൽക്കുന്ന ആരായാലും അവരെ തട്ടിക്കളയുക, അവരെ കൊന്നുകളയുക, ഇല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ എന്തോന്നെങ്കിൽ അകലം പാലിക്കുക. ഇതാണ് രണ്ടാമതായി ഉത്ബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം. മൂന്നാമതായി എന്തോന്നാണ്, സമൂഹത്തോട് ഇണങ്ങി ജീവിക്കുക. സമൂഹം എന്ത് ചെയ്യുന്നുണ്ടോ, എന്ത് ചിന്തിക്കുന്നുണ്ടോ അതിനോട് ഇണങ്ങി ജീവിക്കുക. ഇത് മൂന്നാമതായി നമ്മുടെ ഉത്ബോധ മനസ്സ് പറയുന്നൊരു കാര്യം തന്നെയാണ്. ഇനി നാലാമതായി എന്താണ്, നീ നിൻ്റെ ജീവിതത്തിൽ നല്ലവനായിക്കോ കെട്ടവനായിക്കോ ദുഷ്ടനായിരിക്കോ ക്രൂരനായിരിക്കോ കോമാളിയായിക്കോ എന്തായാലും നീ നിൻ്റെ സർവൈവലിന് വേണ്ടി നീ ഏത് അറ്റം വരെ പോവുക. സർവൈവലിന് വേണ്ടി നീ ഒരു ചതിക്കവനാവാൻ, നല്ലവനാവാൻ, കെട്ടവനാവാൻ എന്തോ ആയിക്കോട്ടെ. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സർവൈവൽ. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തോടെ ചിന്തയോടെ ഒത്തുപോകുന്ന സംഭവമല്ല ഉത്ബോധ മനസ്സ്. അത് കോൺഷ്യസ് മൈൻഡാണ് അങ്ങനെ ആവുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവിടെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിലനിൽപ്പിനാണ്. ഒരു 100% പറയുകയാണെങ്കിൽ അതിലൊരു 40%, ഒരു 20% മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളത് കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ സബ് കോൺഷ്യസ് മൈൻഡിൽ. ബാക്കി ശതമാനം മുഴുവനും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയാണ് ഇഷ്ടം. ലോകത്ത് നിങ്ങളോട് തന്നെയാണ് ഇഷ്ടം. വേറെ ആരോടും ഇഷ്ടമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുക. ബാക്കി നിങ്ങൾ ആരുടെ സ്നേഹം കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ആര് സ്നേഹം കാണിക്കുന്നുണ്ടോ, അതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ, അതിൻ്റെ തലച്ചോറിഞ്ഞ പ്രവർത്തനം വച്ച് നോക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് സർവൈവൽ.
നിങ്ങൾ സർവേ അല്ലെങ്കിൽ അവരുടെ സർവൈവിന് വേണ്ടി അവർ നിങ്ങൾക്ക് തരുന്ന ഒരു സംഭവമാണ്. ഇപ്പം സ്നേഹം, കാരുണ്യ, വാത്സല്യം ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് അതിജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇത് പ്രകടിപ്പിച്ചാൽ മാത്രമേ അതിജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ സംഭവം ഒന്നും വേറൊരു ആരോടും പ്രകടിപ്പിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ലോകത്ത് ഒറ്റപ്പെട്ടു പോയി എന്തെങ്കിലും പ്രശ്നങ്ങളിലോട്ട് ഏർപ്പെട്ട് ഒറ്റപ്പെട്ടു ആരൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ നമ്മളൊന്നും സാമൂഹിക ജീവിയാണല്ലോ എന്തായാലും ഒബ്വിയസ്ലി. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ ഉത്ബോധ മനസ്സ് പ്രകടിപ്പിക്കുന്ന സംഭവമാണ് സ്നേഹം. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ ആരോടൊരു കമ്മിറ്റ്മെൻ്റ് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പെട്ടെന്ന് മരണപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മരണപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഉത്ബോധ മനസ്സ് പോലും ചെയ്ത് വെച്ച സംഭവമാണ് ഈ സ്നേഹം, കരുണ, വാത്സല്യം, പ്രേമം, കാമം, ക്രോധം, എല്ലാ സംഭവവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്ന് പറയുന്ന വ്യക്തി നിനക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് എത്തുമ്പോൾ നീ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യണം? നീ പൊരുതി മരിക്കുക, ഇല്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക. ഈ സംഭവം കൂടെയാണ് ഉത്ബോധ മനസ്സിൽ നമ്മുടെ എന്തോ നീങ്ങുന്നുണ്ട് പറയുന്നൊരു കാര്യം. ഇതും പറയുന്നുണ്ട്. ഇത് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തരും. ഓക്കെ, ഡീറ്റെയിലുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഡാർക്ക് സൈക്കോളജിയോട്ട് നമുക്ക് കിടക്കാം, നെഗറ്റീവ് ഷെയ്ഡുള്ള സൈക്കോളജിയോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു കൂട്ടുകാരെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ സ്ട്രെയിഞ്ചർ ഒരു വഴിപോക്കനെ വഴിയിൽ വെച്ച് കണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കാലൊടിഞ്ഞ് കിടക്കുന്നു, വഴിയിൽ ആക്സിഡൻറ്റ് പറ്റി. ആ വഴിപോക്ക നിങ്ങളെ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ കാൽ തടവി തരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് മരുന്ന് കെട്ടിച്ച് ചെയ്യുന്നു. ഉടനെ നിങ്ങൾ എന്തോ ചെയ്യുന്നു? ആംബുലൻസിനെ വിളിച്ച് വണ്ടിയിൽ കയറ്റുന്നു. അപ്പോൾ ഈ ആംബുലൻസിൽ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറിനോടും അല്ലെങ്കിൽ തന്നെ ആ വഴിപോക്കനോടും നിങ്ങൾക്ക് എന്ത് തോന്നും? ഒരു സഹായാഭോ സ്നേഹം തോന്നും, ഇമോഷണൽ കണക്ഷൻ സ്വാഭാവികമായിട്ടും തോന്നും. അത്രേ ഉള്ളൂ. വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു പട്ടിണി കിടക്കുകയാണ്, പട്ടിണി കിടന്ന് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ ഒരു പൊതി ചോറ് വാങ്ങിച്ചു തന്നു. ആ വ്യക്തിയോട് നിങ്ങൾക്ക് എന്തു തോന്നും? അമിതമായ സ്നേഹം, കരുണ എല്ലാം തോന്നും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾക്ക് ഈ തോന്നിയ ഈ വികാരങ്ങൾ, സ്നേഹം, കരുണ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ അത് ട്രൂ ആണെന്നാണ് നിങ്ങളുടെ വിചാരം. ഒരിക്കലും ട്രൂ അല്ല. ഓക്കെ, ഇതേ വ്യക്തി നിങ്ങൾക്ക് ഒരു പൊതിച്ചോറ് വാങ്ങിച്ചു തന്ന വ്യക്തി നിങ്ങളുടെ ആ ചോറ് ചേർത്ത് വിഷം കലർത്തി തരുകയാണെന്ന് വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറിളക്കം അല്ലെങ്കിൽ തന്നെ വയറിൽ അസുഖമാണ്, എന്തെങ്കിലും ഒരു പോയിസൺ കലക്കി തന്നെന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടാകും, നിങ്ങൾ രക്തശർദ്ദയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടാകും? ആ വ്യക്തിയോട് ദേഷ്യമുണ്ടാകും. അതാണ് പറയുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൻ്റെയും കാര്യം. നിങ്ങളുടെ ആംബുലൻസിൽ കൊണ്ടുപോയ കൂട്ടുകാരൻ, ആ കയറ്റി കൊണ്ടുപോയ വഴിപോക്കൻ, ആ വഴിപോക്കൻ നിങ്ങളെന്തോ ചെയ്യുന്നുണ്ട്? നിങ്ങൾ ആക്സിഡൻറ്റ് പറ്റി കിടക്കുമ്പോൾ ഒടിഞ്ഞ കാലിനെ വീണ്ടും എന്തെങ്കിലും മൺവെട്ടി കൊണ്ടോ അല്ലെങ്കിൽ തന്നെ ചുറ്റിക കൊണ്ട് ഒടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ദേഷ്യം തോന്നും. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ എങ്ങനെ കംഫർട്ടാക്കി ഒരാൾ വയ്ക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹം. നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്യിപ്പിക്കുന്നു, നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഒരു വ്യക്തി നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തന്നെ ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, വസ്തുവായിക്കോട്ടെ, നോൺ ലിവിങ് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, ആ വസ്തു നിങ്ങൾക്ക് എന്ത് തരുന്നു എന്നുള്ളതാണ് പ്രധാനം. ആ വസ്തു നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടോ, അല്ലെങ്കിൽ തന്നെ ആ വസ്തു നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ ജീവിക്കാനുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതാണ് സംഭവം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലോട്ട് പോവാം. ഓക്കെ, അടുത്ത എക്സാമ്പിളിലായിട്ട് ഞാൻ കടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മളിപ്പോൾ ഒരു ഓടയിലൂടെ നമ്മൾ നടന്നു പോവുകയാണ്, ഓടയില്ലെങ്കിൽ ഡ്രെയിനേജ് അവിടെ കൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ നമുക്കൊരു നാറ്റമടിക്കും, നമ്മൾ എന്ത് ചെയ്യും? നമ്മളവിടെ എസ്കേപ്പ് ആവാൻ നോക്കും. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇനി വേറൊരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇനി ഡ്രെയിനേജ് കുഴിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇനി അതിജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ചെയ്യും. അത്രേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അങ്ങനെയാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ തിയറി. നീ ജീവിതത്തിൽ എന്ത് വേണോ ചെയ്തോ, എന്ത് ജോലി ചെയ്ത്, എന്ത് തൊഴിലാണോ ചെയ്തോ, എന്ത് നെറികെട്ട പണിയാണോ ചെയ്തോ, എന്ത് തെറ്റായ പണി നിങ്ങൾ ചെയ്തോ, പക്ഷേ നീ നിൻ്റെ സർവൈവലിന് വേണ്ടി എന്ത് നെറികെട്ട പണി ചെയ്താലും ഒരു കുഴപ്പമില്ലെന്നാണ് സബ്കോൺഷ്യസ് മൈൻഡ് പോവുകയും ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതും കൂടെ മനസ്സിലാക്കണം. ഇനി ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഓപ്പണായിട്ട് അടിച്ച് തുറന്ന് പറയും. അടിച്ച് തുറന്നാണ് ഞാൻ പറയുന്നത്, ഫുൾ ഓപ്പണായിട്ട്. അപ്പോൾ ഒന്നാമത്തെ ഞാൻ പറയുന്ന കാര്യം, ലോകത്ത് ഏറ്റവും വലിയ സ്നേഹമായി കരുതുന്ന നിങ്ങൾ എന്തോന്നാണ്? ഞാൻ പറയുന്നത് ലോകത്ത് 90% ആൾക്കാരും സെൽഫ് റെസ്പെക്റ്റ് ആൾക്കാരും അവിടെ മാതാപിതാക്കളെ തന്നെയാണ് അവർക്ക് എന്തോന്ന് പ്രയോറിറ്റി കൊടുക്കുന്നത്. അവർ തന്നെയാണ് അവിടെ എല്ലാം എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വയസ്സുള്ള ഒരു കുട്ടി ഒരു റോഡിൽ നിൽക്കുകയാണ്. ആ റോഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു വലിയ കാറ് അമിത വേഗത്തിൽ പാഞ്ഞു വരുന്നു. അപ്പോൾ ഈ കുട്ടി രക്ഷിക്കാൻ വേണ്ടി എന്തോ ചെയ്തു? അമ്മ എന്ന് പറയുന്ന ആ വ്യക്തി ഈ കുട്ടി രക്ഷിക്കാൻ വേണ്ടി ഒരു കാറിൻ്റെ ഫ്രണ്ടിലെടുത്ത് ചാടി, സ്വന്തം ജീവൻ പോലും കളഞ്ഞ് ആ കുട്ടിയുടെ സ്നേഹമെന്ന് നിങ്ങൾ പറഞ്ഞ രീതിയിലോട്ട് അതെന്തോ ചെയ്യുന്നുണ്ട്, ആ അമ്മയെടുത്ത് ചാടി മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, എൻ്റെ കുട്ടി ജീവനോടെ വേണമെന്ന് പറഞ്ഞുള്ള മൈൻഡ് സെറ്റിലോട്ട് എത്തി ആ അമ്മ ആ കാറിൻ്റെ ഇടയിൽ ചാടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? എന്ത് സ്നേഹം, മാതൃത്വമായ സ്നേഹം, വളരെ വലിയ സ്നേഹം നിങ്ങൾ ചിന്തിക്കും. ഈ കുട്ടി എന്തോ ചെയ്യുന്നുണ്ട് ചാടുമ്പോൾ, അല്ലെങ്കിൽ ഈ അമ്മ എന്തോ ചെയ്യുന്നുണ്ട് ആ കാറിടെ ചാടുമ്പോൾ, ലോകത്ത് നമ്മളെ കാട്ടിയും സ്നേഹിക്കുന്നത് നമ്മുടെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ ഈ പാരൻറ്റിങ്ങിനെ പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തെല്ലാവരും അതാണ് പീക്കായിട്ട് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ബാക്കി എല്ലാ കണക്ഷനും താഴെയാണ്. ഫ്രണ്ട്ഷിപ്പ്, ലവർ, അതൊക്കെ താഴെയാണ്, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ടോപ്പായിട്ടുള്ള സംഭവത്തിൽ നിന്ന് പിടിച്ചിട്ട് അവിടെ നിന്നുള്ള ഡൗൺഫാൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ ഈ കാറിൻ്റെ ഇടയിൽ ഈ കുട്ടി നിൽക്കുന്നു, ആ കുട്ടിയെ അമ്മ രക്ഷിക്കുന്നു. അതവിടെ നിൽക്കട്ടെ, ആ പോയിൻ്റ് അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായ കാര്യം ഞാൻ പറയാം. എന്തുകൊണ്ട് ഈ അമ്മ ഈ കുട്ടിയെ രക്ഷിക്കാൻ നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒന്നാമത്തെ കാര്യം, മനുഷ്യന് പരിണാമപരമായിട്ടും നമ്മുടെ വീട്ടുകാർ, നമ്മുടെ മാതാപിതാക്കളോട് ഉള്ള അറ്റാച്ച്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒരു അമ്മയ്ക്കൊരു കുട്ടിയോടുള്ള അറ്റാച്ച്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ്? ഈ പറയുന്ന കുട്ടിയാണ് നിൻ്റെ ഫ്യൂച്ചറിൽ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വ്യക്തി. ഫ്യൂച്ചറിൽ നിനക്ക് തിന്നും കുടിച്ചും പോകണമെങ്കിൽ ഇവൻ വലുതായ മാത്രമേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ആ സംഭവമാണ്. സബ് കോൺഷ്യസ് മൈൻഡിനെ അറിയാം. ഒരു കുട്ടിയെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി വിചാരിച്ചാൽ മാത്രമേ ആ ഒരു മാതാവിന് ഭാവിയിൽ വയസ്സാകുമ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സർവൈവ് അതിൻ്റെ ഒരു പകുതി ഭാഗവും ഈ വ്യക്തി ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായി? ഈ ഒരു വ്യക്തി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ് എന്ന് ഈ പറയുന്ന അമ്മയ്ക്ക് തോന്നുകയാണ്. മനസ്സിലായില്ലേ? ഇത് ഞാൻ പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് എവിടെ സർവൈവലിൻ്റെ പോസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ പോയിന്റിലോട്ട് നമ്മുടെ മനസ്സിനെ എന്തോ ചെയ്യും, സബ് കോൺഷ്യസ് മൈൻഡ് പ്രഷറൈസ് ചെയ്ത് ആ പോയിന്റിൽ നമുക്ക് എന്തോന്ന് ചെയ്യിപ്പിക്കും? സ്നേഹം, സന്തോഷം, അതേപോലെ തന്നെ കരുണ, വാത്സല്യം എല്ലാം തോന്നിപ്പിക്കും. ആ വ്യക്തിയോട് തോന്നിപ്പിക്കും, ഒരു ഒബ്ജക്റ്റ് കൊണ്ട് തോന്നിപ്പിക്കും, എന്തും തോന്നിപ്പിക്കാം. ഈ തോന്നിപ്പിക്കുന്ന സംഭവം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന വികാരത്തിന് സ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ അവിടെയും ഫോക്കസ് ചെയ്യുന്നത് ഒറ്റ ഒരാളിനെയാണ്, നമ്മളെന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിയാണ്. ആ നമ്മുടെ വ്യക്തിയുടെ സർവൈവലിന് വേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാം കഴിഞ്ഞ് കൂട്ടുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കൃത്യമായി പറയും. നിങ്ങളൊന്ന് കുറച്ചും കൂടെ ഒന്ന് കേട്ടു വയ്ക്കാൻ മതി, കൃത്യമായി നിങ്ങൾ തലയിൽ കയറുന്നതായിരിക്കും. ഇനി ഇതേ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ലോകത്ത് എന്തോന്നാണ് പട്ടളക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കേസ് നമുക്ക് പറഞ്ഞ് തീർക്കാം ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇതേ സിറ്റുവേഷൻ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഈ കുറേ നാൾ കഴിഞ്ഞ് ഇതേ മോൻ എന്ത് ചെയ്തു? വളർന്ന് വലുതായി, ഇപ്പോൾ വലിയ പണക്കാരനായി.
ഈ ഒരു മാതാവിന് 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ മകനാണിത്. വണ്ടിയിൽ ആക്സിഡൻ്റ് ആയപ്പോൾ സ്വന്തം ജീവനും പോലും കളഞ്ഞ് രക്ഷിക്കുന്ന മാതാവിൻ്റെ ആദ്യത്തെ മകനാണ് ഈ മകൻ. ഈ മകൻ തന്നെ ഭാവിയിൽ വളരെ വലിയ പണക്കാർ, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ജോലി കിട്ടി, ആ ജോലി കിട്ടി ഈ അമ്മയെ ഈ മകൻ നോക്കുകയാണെന്ന് വിചാരിക്കുക. ആ മകന് വേണ്ടിയിട്ടുള്ള എല്ലാ അല്ലെങ്കിൽ ഈ മകൻ ആ മാതാവിന് വേണ്ടിയുള്ള എല്ലാ ചിലവുകളും നോക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരുപാട് നാൾ ആ അമ്മയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വളരെ സ്നേഹമായിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഈ മകൻ എന്തോന്ന് ചെയ്തു, ഈ അമ്മയെ വലിയ രീതിക്ക് മുഖവിലേക്ക് എടുക്കാതെ വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ എന്തു ചെയ്തു, ഈ അമ്മയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള ബ്രൂട്ടാലിറ്റി അവിടെ ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകൻ ഈ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കത്തില്ല, വസ്ത്രം കൊടുക്കത്തില്ല, അടിക്കുക, പിടിക്കുക, മാനസികമായും ശാരീരികമായും ടോർച്ചർ ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, അമ്മയുടെ ദേഹത്ത് ഡെയിലി ചാട്ടവാറുകൊണ്ട് അടിക്കുക, ഇത് തന്നെ കയ്യിൽ എന്തെങ്കിലും പൊള്ളിക്കുന്ന സാധനം ഒബ്ജക്റ്റ് ഉപയോഗിച്ച് പൊള്ളിക്കുക, ഡെയിലി കൈയും കാലൊക്കെ പൊള്ളിക്കുക. അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ഉപദ്രവിക്കുകയാണെന്ന് വിചാരിക്കുക ആ അമ്മയെ, ആ മോൻ. അങ്ങനെ വരുമ്പോൾ ഈ അമ്മ എന്ത് ചെയ്യും? പണ്ട് എങ്ങനെയാണോ ചെയ്ത് ഒരു കാറിൻ്റെ ഇടയിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കാൻ അമ്മ ശ്രമിച്ചത്, അതേ അമ്മ എന്ത് ചെയ്യും? ആണിൻ്റെ അടുത്തൊരു കത്തിയോ തോക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മകനെ വെടിവെച്ച് കൊല്ലാനും മടിക്കത്തില്ല. ഇത് ലോകത്തുള്ള 100% മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടാകുന്ന സംഭവമാണ്. അതേ മോനെ തന്നെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി, അതേ മോനെ തന്നെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ആ അമ്മ മടിക്കത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റിമെൻസും ഇല്ല. അപ്പോൾ ആ അമ്മയുടെ ഉത്ഭവ മനസ്സ് എന്താണ് പറയുന്നത്? നിൻ്റെ സർവൈവലിനുള്ള നിനക്കിനി ഭാവിയിൽ അതിജീവിക്കണമെങ്കിൽ ഇനി ഇവൻ്റെ ആവശ്യമില്ല. ഇനി ഇവൻ നിൻ്റെ സർവൈവലിന് ഒരു രീതിയിലുള്ള ഉപകാരം ചെയ്യത്തില്ല. ഇവനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അപ്പോൾ നീ എന്തോന്ന് ചെയ്യുക? ഇവന് ഇനി ആവശ്യമില്ല. ഇവനെ തട്ടിക്കളയുക, ഇവനെ കൊന്നുകളയുക എന്നാണ് ഈ പറയുന്ന പോലെ ഈ അമ്മയുടെ ഉത്ഭവ മനസ്സിൽ പറയുന്നത്. ഇതാണ് ഈ ഒരു അമ്മ മകനോട് ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഇത്രയും വർഷത്തുള്ള അമ്മയും മകനും തമ്മിലുള്ള ബോണ്ടിങ്ങിന് വലിയ അർത്ഥമുണ്ടോ? ഇല്ല. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളെ കൂട്ടുകാർ, എനിക്ക് അതൊട്ടും ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ വേറൊരു എക്സാമ്പിളോട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇതേ സെയിം കോൺസെപ്റ്റ്, ഇതേ സെയിം ആയിട്ടുള്ള ഒരു കണ്ടൊരു കാര്യം പറയാം. ഒരു പട്ടാളക്കാരൻ അതിർത്തിയിൽ യുദ്ധം ചെയ്യുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? സ്വന്തം ലൈഫ് പോലും പണയം വെച്ചാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്. പണ്ട് മുംബൈയിൽ ഡൽഹിയിൽ എന്തോ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായപ്പോൾ, മുംബൈയിലാണെന്ന് തോന്നുന്നു, എവിടെയോ ഒരു ഹോട്ടൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായപ്പോൾ ഈ പട്ടാളക്കാർ സ്വന്തം ജീവൻ പോലും വേണ്ടെന്ന് വെച്ച് മുന്നോട്ടിറങ്ങി. അവിടെയും സെയിം സംഭവമാണ്. സ്വന്തം ജീവൻ പോലും വേണ്ട എന്ന് വിചാരിച്ച് യുദ്ധത്തിനിറങ്ങി. എന്ത് സംഭവിച്ചു? ആ പട്ടാളക്കാരന് വെടിയേറ്റ് മരിക്കേണ്ടി വന്നു. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ സംഭവം മനസ്സിലായില്ലേ? ഒരു പട്ടാളക്കാരൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് രാജ്യസ്നേഹമെന്ന് പറയും. ഇതേ അപ്പോൾ നമുക്ക് അത്ര വില തോന്നത്തില്ല. രാജ്യസ്നേഹമല്ലേ, വലിയ ഇമ്പോർട്ടൻസ് തോന്നത്തില്ല. സ്വന്തം രാജ്യത്തിന് വേണ്ടി വെടികൊണ്ട് മരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സ്വന്തം അമ്മയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് വളരെ വലിയ മാതൃത്വം. മനസ്സിലായില്ലേ? ലോകത്ത് നമ്മളെപ്പോലെ ഭയങ്കര ഇമോഷണൽ കണക്ഷനിലോട്ട് വരും അമ്മയുടെ കേസിലോട്ട് വരുമ്പോൾ. അമ്മയാണ് ആ കാര്യം ചെയ്യുന്നതെങ്കിൽ. പക്ഷേ രണ്ടുപേരും ചെയ്യുന്ന ഒരു ഒറ്റ കാര്യമാണ്. ഇവിടെ പട്ടാളക്കാരൻ്റെ കേസിലോട്ട് വരുമ്പോൾ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള ഫുഡ് റിസോഴ്സസ് എല്ലാ സർവൈവൽ നിൻ്റെ ഈ പട്ടാളത്തിൽ ലൈഫിൽ നിൽക്കുകയാണ് എന്നുള്ള സംഭവമാണ്. മനസ്സിലായി? ഈ പട്ടാളം എന്ന് പറയുന്നത് ലൈഫിൽ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇനി ഭാവി ജീവിക്കണമെങ്കിൽ ഈ പട്ടാളത്തിൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കിട്ടുന്ന വരുമാനമാണ് നിങ്ങളിനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ മുന്നോട്ട് പോകാൻ വേണ്ടി അപ്പോഴാണ് നമ്മളെ വേറെ തിയറി വർക്കാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിനെ വേറൊരു തിയറി വർക്കാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിൻ്റെ ജീവിതത്തിൽ, മനസ്സിലായോ, നീ നിൻ്റെ ജീവിതത്തിൽ സർവൈവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നിനക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, നിൻ്റെ സർവൈവലിന് തടസ്സം പറ്റുന്ന സിറ്റുവേഷൻ നിൻ്റെ ലൈഫിൽ മുന്നോട്ട് വരികയാണെങ്കിൽ നീ എന്ത് ചെയ്യുക? പൊരുതി മരിക്കുക, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്ന സംഭവം. ഇതാണ് ചാവേറുകൾ നടക്കുന്നത്. ചാവേറുകളിലും അതേപോലെ തന്നെ പല ആൾക്കാരിൽ നടക്കുന്ന ഇതേ സംഭവം തന്നെയാണ്. ഓക്കെ, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുമ്പോൾ, സമൂഹത്തിൽ വേറെ ആരും നമ്മളെ വക വയ്ക്കാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു സംഭവമാണ് സൂയിസൈഡ് ചെയ്യുക. സൂയിസൈഡ് ചെയ്യുക എന്നുള്ള സംഭവം. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയുകയാണെങ്കിൽ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, സമൂഹപരമായി അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഈ ലോകത്ത് നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം വയസ്സായി കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പാർട്ട്ണർ എന്തായാലും വേണം. അതുപോലത്തെ സംഭവം തന്നെയാണ് ഇവിടെയും വർക്കാവുന്നത്. സമൂഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒറ്റ സമൂഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ആൾക്കാരിലും ഇൻക്ലൂഡ് ആവുന്ന സംഭവമാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പാട് ഉണ്ടാകുമ്പോൾ നമുക്ക് ക്രൂരത കൂടുകയും ബാക്കിയുള്ളവരെ കൊല്ലാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ എത്രത്തോളം ഒറ്റപ്പെടുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് എന്തോ ചെയ്യാം. ഇനി ഭാവിയിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള, അതില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള പോസിബിലിറ്റി കുറഞ്ഞു വരുന്നു എന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളിലേക്ക് പറയുന്നത്. ഉൾബോധ മനസ്സ് എന്തോ ചെയ്യുന്നുണ്ട്, അതാണ് നിങ്ങളുടെ മനസ്സിൽ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്രത്തോളം ഒറ്റപ്പെടുന്നുണ്ടോ, എത്രത്തോളം നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് അവഗണന കിട്ടുന്നുണ്ടോ അത്രത്തോളം നീ എന്തോ ചെയ്യുക, നിൻ്റെ ലൈഫ് അവസാനിപ്പിക്കുക, ഇല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥമില്ല എന്നുള്ള സംഭവം തോന്നിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിപ്രഷൻ തോന്നും, ആൻസൈറ്റി തോന്നും, പല സംഭവങ്ങളും തോന്നും. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള സൂയിസൈഡ് ചെയ്യാൻ നോക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 10ാം ക്ലാസ്സിലുള്ള ആൾക്കാരെ നമുക്ക് നോക്കാം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പയ്യന്മാർ, ഇവന്മാർ എന്താണ് ചെയ്യുന്നത്? ഇവന്മാർക്ക് റിസൾട്ട് വന്ന് എക്സാമിന് ഫെയിലായി കഴിഞ്ഞ ഉടനെ ഫാനിൻ്റെ മുകളിൽ കയറും തൂക്കി നിൽക്കും. എന്ത് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രം എന്താണ്? അപ്പോൾ അവർക്ക് മനസ്സിൽ തോന്നുന്ന ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി സമൂഹം നമ്മളെ വിലവലിക്കത്തില്ല. സമൂഹത്തിൽ നമ്മളൊരു വില കുറഞ്ഞ ആളായി, അതുകൊണ്ട് സമൂഹത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക എന്ന് തോന്നും. അതുകൊണ്ടാണ് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് മാത്രമല്ല ബ്രൂട്ടാലിറ്റി കൂടും, അവർക്ക് തന്നെ ഒരു ക്രൂരത കൂടും. അതിൻ്റെ ഒരു ശാസ്ത്രം ഞാൻ പറഞ്ഞു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൂരത കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ്, അതിൻ്റെ ഒരു ബേസിക് കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഇനി നിനക്ക് ഈ സമൂഹത്തിലുള്ള ആരും ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇനി നീ എന്തോ ചെയ്യുക, സമൂഹത്തിലുള്ള ആരുടെ അറ്റാച്ച്മെൻറ്റ് വേണ്ട. നീ ഇനി എന്തോ ചെയ്യുക, ബാക്കിയുള്ളവരെ കൊല്ലുക, ഇതിൻ്റെ ബാക്കിയുള്ളവരെ അടുത്ത് എന്ത് വേണോ ചെയ്യുക. അവരുടെ ജീവന് നീ ഒരു വിലയും കൊടുക്കാതിരിക്കുക. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് മാത്രം, ഇത് നിങ്ങളെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന സംഭവങ്ങൾ. ഇതൊരു സിറ്റുവേഷൻ നിങ്ങളെ ലൈഫിൽ വരുമ്പോൾ നിങ്ങളെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. അത്രയേ ഉള്ളൂ. വേറൊരു തിയറി ഇവിടെ വർക്കൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. സമൂഹത്തിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം എന്തോ ചെയ്യുന്നുണ്ട്, ഒറ്റപ്പെടുന്നുണ്ട്, അവഗണന സഹിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ തന്നെ സമൂഹത്തിൽ നിന്ന് നിങ്ങളുടെ വില എപ്പോൾ കുറയുന്നുണ്ട്, അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ്, അപ്പോൾ ഉൾബോധ മനസ്സ് എന്താണെന്ന് നിങ്ങളിത് പറയുന്നത്. ഒന്നീ നിങ്ങൾ സമൂഹത്തിലുള്ള എല്ലാവരും വെറുക്കുക, ഇല്ലെങ്കിൽ അവരുടെ കൊല്ലുക, ഇല്ലെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യുക, ആത്മഹത്യ ചെയ്യുക. ഇതും ഒരു തിയറിയായിട്ട് നിങ്ങൾ കൂട്ടിക്കുക. ഓക്കെ, ഇതൊരു തിയറി തന്നെയാണ്, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു തിയറി തന്നെയാണ്. ഈ നെക്സ്റ്റിൽ നമുക്ക് കാര്യങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ വേറൊരു തിയറി കൂടെ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ റിസോഴ്സസ് എപ്പോൾ കുറയുന്നുണ്ടോ അപ്പോൾ നീ എന്തോ ചെയ്യുക. ഈ തിയറിയാണ് നിങ്ങളെ വർക്ക്. റിസോഴ്സസ് എന്ന് വെച്ചാൽ നമ്മൾ അതിജീവനമാണ്. ഇപ്പോൾ സാമ്പത്തികം, പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ അതിജീവിക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗുണ്ടകൾ, കൊലപാതകങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, മേഡർ ചെയ്യുന്ന ആൾക്കാർ, ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവരൊന്ന് ചെയ്ത് ദാരിദ്ര്യ മേഖലയിലോട്ട് ദാരിദ്ര്യം സഹിച്ച് വന്നവരായിരിക്കാം. ഇതിന് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവരായിരിക്കാം. മനസ്സിലായി? ഇല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട പരിഗണന കിട്ടാത്തവരായിരിക്കാം സമൂഹത്തിൻ്റെ കയ്യിൽ നിന്ന്, ഇല്ലെങ്കിൽ ദാരിദ്ര്യം പോലത്തെ സംഭവങ്ങളിലോട്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രോമയിലൂടെ കടന്നു വന്നവരായിരിക്കാം ഈ പറയുന്ന ഗുണ്ടകളും കൊലപാതകങ്ങളും ഇവരെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്തോന്നാണ്? നിങ്ങളൊരു ഒറ്റ എക്സാമ്പിൾ കൃത്യം എനിക്ക് മനസ്സിലാകാൻ ഞാൻ പറയുന്നുണ്ട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗുണ്ടകളുള്ള എവിടെയാണ്? പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ, ഡൽഹി പോലത്തെ അതോ ലോകങ്ങളിലൊക്കെയാണ് ഈ ഗുണ്ടകളൊക്കെ ഉള്ളത്. അവിടുത്തെ പ്രത്യേകത എന്താണ്? അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദാരിദ്ര്യം പിടിച്ച ആൾക്കാർ കൂടുതലാണ്. മീൻസ് ദാരിദ്ര്യം കൂടുതലുള്ള ആൾക്കാർ കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം കിട്ടാനും ഒരുപാട് ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ മൈൻഡേ ഉള്ളൂ. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇപ്പോൾ ഈ സെൽഫ് റെസ്പെക്റ്റ് അവർക്ക് കുറവായിരിക്കും. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത്? നീ എന്ത് ചെയ്യുക, നീ ബാക്കിയുള്ളവരെ കൊല്ലുക. അപ്പോൾ അവർക്ക് അവിടെ മൈൻഡ് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നേരെ അതേ സിറ്റുവേഷൻ തന്നെയാണ്.
സമൂഹത്തിൽ നിന്നും ഇങ്ങനെ പിന്മാറും. എനിക്ക് സാമ്പത്തികമില്ലാതിരിക്കുമ്പോൾ ഒറ്റ മൈൻഡ് സെറ്റേ ഉള്ളൂ, കമ്മിറ്റ്മെൻറ്റ് അവിടെ കുറയുകയാണ്. ഉത്ബോധ മനസ്സ് നമ്മൾക്ക് ബാക്കിയുള്ള മനുഷ്യരോടുള്ള കമ്മിറ്റ്മെൻറ്റ് കുറയ്ക്കും, സ്നേഹം കുറയ്ക്കും. അപ്പോൾ എന്തോ ചെയ്യും, അവർ സ്വാഭാവികമായിട്ടും അവരെന്തോ ചെയ്യും, വെട്ടാനും കുത്താനൊക്കെ നടക്കും. അതാണ് സംഭവിക്കുന്നത്. കൊലപാതകം ചെയ്യാനൊക്കെ നടക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനി പ്രദേശങ്ങളിൽ കൂടുതൽ കണ്ടുവരുന്ന സംഭവം. ഇപ്പം നമുക്ക് വേറെ ഒന്നും മുംബൈ ഡൽഹിയൊന്നും ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് നമ്മളെ കൊല്ലം നമുക്ക് നോക്കാം. കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊല്ലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കൊല്ലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനി പ്രദേശം കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കോളനി പ്രദേശമല്ല. ഇപ്പം ദാരിദ്ര്യം പിടിച്ച ആൾക്കാർ കൂടുതലുള്ള കോളനി പ്രദേശം കൂടുതലുള്ള സ്ഥലമാണ് ഈ പറയുന്ന പോലെ കൊല്ലം എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല അവിടെ തുറമുഖവും കൂടുതലാണ്. അതുപോലെ നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ കേസിലോട്ട് വരികയാണ്. ട്രിവാൻഡ്രത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവളം, കടപ്പുറ ഏരിയയിലോട്ട് ആ സ്ഥലത്താണ്. അവിടുത്തെ ആൾക്കാർ ഇതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണ്. അപ്പോൾ ദാരിദ്ര്യം കൂടുതലുള്ള ആൾക്കാരിൽ നിന്ന് മാത്രമേ ക്രൂരത, വയലൻസ്, കൊലപാതകൾ, ഗുണ്ടകളൊക്കെ ഒരു പിറവിയുള്ളത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു വളരെ വലിയൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ പൊതുവെ പറയുന്നൊരു കാര്യമാണ്, പണം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇടയിൽ ഒരു വിലയുള്ളൂ, ഇല്ലെങ്കിൽ പ്രശസ്തിയുള്ളവർ ഉണ്ടെങ്കിൽ മാത്രമേ വിലയുള്ളൂ, ഇല്ലെങ്കിൽ വിലയില്ല എന്നൊക്കെ പറയും. സെയിം തിയറിയാണ്. ഇപ്പോൾ നമ്മുടെ എത്ര വലിയ അകന്ത, വലിയ ക്ലോസ് ബോണ്ടായിട്ടുള്ള എത്ര വലിയ ബന്ധത്തിലുള്ള ആൾ, നമുക്ക് എത്ര ലോകത്ത് നമ്മൾ എത്ര സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാരായാലും, അത് നിങ്ങളെ മാതാപിതാക്കളായിരുന്നാൽ പോലും എക്സ്പെഷ്യലി ഞാൻ പറയുകയാണ്, നിങ്ങളെക്കൊണ്ടൊരു ഗുണമില്ല എന്ന് തോന്നുന്നു തോറും അവിടെ സബ്കോൺഷ്യസ് മൈൻഡ് എന്താണ് പറയുന്നത്, എവനിൽ നിന്ന് ഈ ഗ്യാപ്പ് പാലിക്കുകയാണ്. എവനിൽ നിന്ന് അത്ര റിസോഴ്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല. റിസോഴ്സ് ഇല്ലാത്ത പ്രോപ്പർട്ടിയാണ് അവൻ. അതുകൊണ്ട് നീ ഒരു കാരണം വെച്ചാലും അവൻ്റെ കൂടെ നിങ്ങൾ എന്തോ ചെയ്യുക, അവൻ നിനക്ക് യൂസ്ഫുൾ ആയൊരു സംഭവമല്ല. അതുകൊണ്ട് നീ ഒരു കാരണം വെച്ചാൽ നീ അവനിലോട്ട് പോകാൻ പാടില്ല എന്നുള്ള മെസ്സേജാണ് നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളെ ആൾക്കാർ പണം ഇല്ലെങ്കിൽ ഒരു വിലയില്ല, ഒരു മെനയില്ല സംഭവം. അത്രയേ ഉള്ളൂ. പണമാണ് എല്ലാത്തിൻ്റെ ബേസിക് അടിസ്ഥാനം. അപ്പോൾ ഈ ഒരു സംഭവം ഉള്ളത് കാര്യം, ഇത് പലർക്കും എക്സ്പീരിയൻസ് ആയ സംഭവമാണ്. പണം ഉണ്ടെങ്കിൽ എല്ലാം കിട്ടും എന്നുള്ളത് കറക്റ്റുള്ള കാര്യമാണ്. അപ്പോൾ റിസോഴ്സസ് സർവൈവലിന് വേണ്ടി മാത്രമാണ് മനുഷ്യൻ്റെ ഉത്ബോധ മനസ്സ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, ജസ്റ്റ് ഒരു ലാസ്റ്റ് ഒരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി ഇതുവരെ പറഞ്ഞ നടത്തിയ തിയറികളെ പറ്റി ഞാൻ ഒന്നും കൂടെ പറയാം. ഓക്കെ, ഒന്നാമത്തെ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിജീവനത്തിന് വേണ്ടി, മനസ്സിലായില്ലേ, നമുക്ക് എന്ത് പണി വേണമെങ്കിലും ചെയ്യാം. മനസ്സിലായില്ലേ, എന്ത് നെറികെട്ട പണി വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നീ നിൻ്റെ സർവൈവലിന് വേണ്ടി നീ നിൻ്റെ അതിജീവനത്തിന് വില കൊടുക്കുക. ഓക്കെ, അതിജീവനത്തിന് വേണ്ടി എന്ത് നെറികെട്ട പണിയും വേണമെങ്കിൽ ചെയ്യാം. സ്വന്തം ജീവൻ അപകടപ്പെടുന്ന പണി വേണമെങ്കിലും ചെയ്യാം. ഒന്നാമത്തെ ഉത്ബോധ മനസ്സിൻ്റെ തിയറി. രണ്ടാമത്തെ തിയറിയിലോട്ട് വരികയാണെങ്കിൽ ലോകത്ത് എത്ര സ്നേഹമുള്ള ആളോ ആയിക്കോട്ടെ, എത്ര സ്നേഹമുള്ള ആളോ ആയിക്കോട്ടെ, നിങ്ങളുടെ സർവൈവലിന് എതിരായി നിന്ന് കഴിഞ്ഞാൽ, നിങ്ങളുടെ അതിജീവിക്കാൻ, നിങ്ങളുടെ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതിജീവിക്കാൻ, സർവൈവ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ആസ്വാദനത്തെയോ നിങ്ങളുടെ എൻജോയ്മെൻറ്റിനോ നിങ്ങളുടെ ഫ്രീഡത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിസോഴ്സസിന് കിട്ടുന്ന അവൈലബിലിറ്റിയോ ആ വ്യക്തി തടസ്സമാണെങ്കിൽ തീർത്ത് കളയുക. ഇതാണ് രണ്ടാമത്തെ സബ് കോൺഷ്യസ് മൈൻഡ് തിയറി. മൂന്നാമത്തെ തിയറി എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തോ ചെയ്യുക, സാമൂഹികപരമായി ഇടപെട്ട് ജീവിക്കുക. സമൂഹം എന്ത് ചെയ്യുന്നു അതുപോലെ നിങ്ങൾ ജീവിക്കുക. സമൂഹത്തിലെ ജനങ്ങൾ എന്ത് ആണ് ഫോളോ ചെയ്യുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ തിയറി. സമൂഹത്തോട് ഇണങ്ങി ജീവിക്കുക, അതാണ് സംഭവം. ഈ നാലാമത്തെ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ അതിജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, സർവൈവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പൊരുതി മഴിയുക, ഇല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുക. ഇതാണ് നാലാമത്തെ തിയറി. ഇനി അഞ്ചാമത്തെ തിയറി എന്താണ്? അഞ്ചാമത്തെ തിയറി, സമൂഹം നിങ്ങളെ വില കുറച്ചതായി കാണുക, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടാതിരിക്കുക, സമൂഹം നിങ്ങളെ ഒരു രീതിയിലും നിങ്ങളുടെ റിസോഴ്സസിന് സഹായകരമായി വന്നാൽ ഒരു രീതിയിൽ സഹായിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നി നിങ്ങൾ എന്തോ ചെയ്യുക, സമൂഹത്തോട് അകലം പാലിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ സമൂഹങ്ങളുടെ വെറുപ്പ് കാണിക്കുക, അല്ലെങ്കിൽ സമൂഹത്തോട് ജനങ്ങളോട് കൊല്ലാനോ അല്ലെങ്കിൽ തന്നെ എന്ത് മാപ്രസ് ചെയ്യാനും നിങ്ങളുടെ സജ്ജമായിരിക്കുക. അതാണ് എന്തോ അഞ്ചാമത്തെ തിയറി. ഇനി ആറാമത്തെ തിയറിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായി സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ, ബാക്കിയുള്ള തരുന്നില്ലെങ്കിൽ, നിങ്ങൾ എന്തോ ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക. ഇതും ഞാൻ പറഞ്ഞ ആറാമത്തെ തിയറിയാണ്. ഇനി ഏഴാമത്തെ തിയറിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ,
റിസോഴ്സിൻ്റെ ഉത്ഭവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സിൻ്റെ സ്രോതസ്സ് എത്രത്തോളം കുറയുന്നുണ്ടോ അത്രത്തോളം എന്തോ ചെയ്യും, സമൂഹം നിങ്ങളെ അകറ്റും. ഇല്ലെങ്കിൽ നിങ്ങളെന്തോ ചെയ്യുക, റിസോഴ്സിൻ്റെ സ്രോതസ്സ് കുറഞ്ഞ ആര് കണ്ടാൽ നിങ്ങളെന്തോ ചെയ്യുക, അവരുടെ അകലം പാലിക്കില്ലെങ്കിൽ, അവരുടെ അടുപ്പം കൊടുക്കാതിരിക്കില്ലെങ്കിൽ അവരുടെ ഇഗ്നോർ ചെയ്ത് പോവുക. ഇതാണ്, ഇത്രയും തിയറിയാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ തിയറിയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബ്രൂട്ടലായിട്ട് തോന്നും. അപ്പോൾ ലോകത്ത് വേറെ ആരും നിങ്ങൾക്കില്ലേ, നിങ്ങളാരും വില വയ്ക്കില്ലേ? നിങ്ങൾ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അതെ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ വില കൊടുക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. ഞാനീ പറയുന്ന തിയറികളൊക്കെ എല്ലാം ഞാൻ ഇതുവരെ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നിങ്ങളൊരു മനുഷ്യനാണോ, നിങ്ങളുടെ മനുഷ്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അതിൽ 1% പോയി നടക്കാത്തതായിട്ടില്ല ഞാൻ പറഞ്ഞില്ല. ഓക്കെ, എല്ലാം നടക്കുന്ന കാര്യം തന്നെയാണ്. മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ നടന്നാൽ മാത്രമേ ഒരു ഹ്യൂമൻ ബ്രെയിൻ ഉണ്ടാവുകയും ഒരു ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ തലച്ചോറ് ഉണ്ടാവുകയും ചെയ്യത്തുള്ളൂ. ഇത്ര സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്തുള്ള എല്ലാവരുടെയും തലച്ചോറിൻ്റെ പ്രവർത്തനം നടക്കത്തുള്ളൂ. അത് മനസ്സിലാക്കണം. ഞാനീ പറയുന്നത് എല്ലാ മനുഷ്യരുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ലോകത്തുള്ള എല്ലാവരുടെയും. ഇനി ഞാൻ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനീ പറഞ്ഞു നടത്തിയതൊക്കെ ഡാർക്ക് സൈഡാണ്. ഇതിൻ്റെ നല്ല സൈഡുകളും വേറെ ഉണ്ട്, അതും ഞാൻ പറയുന്നതായിരിക്കും. ഇതൊരു ബേസിക് വീഡിയോ ആണ്. ഇതിനെക്കാട്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന വീഡിയോകൾ ഇനിയും വരും. അപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടുക, അത്രേ എനിക്ക് പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ലോകത്ത് കൊലപാതകം ചെയ്യുന്നതും മോഷണം ചെയ്യുന്നവരും അല്ലെങ്കിൽ തന്നെ എന്ത് മാൽ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും നിങ്ങൾക്ക് വെറുക്കപ്പെട്ടാകും. കാരണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരെന്ത് തെറ്റാ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊലപാതകമുണ്ട്, ഒരു മോഷ്ടിക്കുന്ന ഒരാളുണ്ട്, ഇല്ലെങ്കിൽ തന്നെ പല രീതിയിലുള്ള ബ്രൂട്ടാലിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല കൊലപാതകമുണ്ട്, മോഷ്ടിക്കുന്ന ആളുകളുണ്ട്, മോഷണക്കാരനുണ്ട്, എന്താ ഉണ്ട്, ലോകത്തുള്ള എന്ത് നെറികേടുണ്ടോ അതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ബാക്കിയുള്ളവരെ കണ്ട് അവൻ അങ്ങനെയാണ് വൃത്തികെട്ടനാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങളിലുള്ള വികാരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. അത് പുറത്ത് വരുന്നത് എങ്ങനെയാണ്, ഇതുപോലെ ചില സിറ്റുവേഷനിൽ മാത്രമേ പുറത്ത് വരത്തുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ.